Good morning, sir. Yes. Good morning. Good morning, sir. Yes. Good morning, Aishwarya. Good morning, Deveshwar. Good morning, Rashida. പരീക്ഷയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എന്താ സാറ് ചോദിച്ചു കേട്ടില്ല. പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? പരീക്ഷ അടിപൊളിയായിരുന്നു സർ, കുഴപ്പമില്ല. സാറ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം ഫുൾ അത് തന്നെയായിരുന്നു വന്നത്. സാറിന്റെ മാർക്ക് ഫുൾ ഉണ്ടാവും. ഫുൾ ഉണ്ടാവും. യെസ്. ഓക്കെ 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 ഓക്കെ. ആരും ഞാൻ വന്നിട്ട് ആരും പറഞ്ഞില്ലേ? ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് പരീക്ഷ ഇംഗ്ലീഷ് ബുദ്ധിമുട്ടായിരുന്നു എന്ന് വിചാരിച്ചു. ഇല്ല സർ, അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. ഓക്കെ. ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ല, ഇംഗ്ലീഷ് നിങ്ങളാരും തോക്കില്ല. നിങ്ങളൊരു 25% എൻ്റെ ഒപ്പം നിന്നാൽ മതി. 50% വേണ്ട, 25. ബാക്കി നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന കാര്യം നമുക്ക് നോക്കാം. ഈ 25% ഒരു ആത്മാർത്ഥമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ബാക്കി റെഡിയാണ്. അല്ലേ അർച്ചന? യെസ് സർ. ഓക്കെ 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 ഓക്കെ. യെസ്. അപ്പോ ഇന്ന് പ്രയർ ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സർ സ്റ്റാർട്ട് ചെയ്തു സർ. 6 members ഉണ്ട്. ഓക്കെ ഓക്കെ. മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടിലൊക്കെ ഇരിക്കും. മാനസിക സംഘർഷത്തിലൊക്കെ ഇരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ലെറ്റ് സ്റ്റാർട്ട്. അപ്പോ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് യൂണിറ്റ് 6-ലെ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞൊരു സംഗതിയാണ്, അല്ലേ? അതല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അഡ്ജക്റ്റീവ് ആൻഡ് അഡ്ജക്റ്റീവ് ക്ലോസസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതൊന്ന് നമ്മൾ ഫിനിഷ് ചെയ്തതാണ്. യെസ്. പിന്നെ നമുക്ക് അടുത്ത ഒരു യൂണിറ്റിലേക്ക് ഞാൻ കിടക്കുകയാണ്. ആ യൂണിറ്റിന്റെ പേരാണ് യൂണിറ്റ് നമ്പർ 3, the verb system in English. Unit number 3, verb system in English. Verb system മനസ്സിലാക്കിയാൽ മതി. യെസ്. ഓക്കെ. അപ്പൊ പിന്നെ വിഷയത്തിലോട്ട് വരാം. യെസ്.
അപ്പൊ ഇംഗ്ലീഷില് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, ഒരു സെന്റൻസ് നമ്മൾ എഴുതുമ്പോൾ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ഈ ക്രമത്തിലാണ് ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് എഴുതുന്നത് എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. തുടക്കത്തിലുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചാണ് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്നുള്ളത്. യെസ്, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. ഞാൻ ചായ കുടിച്ചു. ഞാൻ ആദ്യത്തെ വാക്ക്, ചായ രണ്ടാമത്തെ വാക്ക്, കുടിച്ചു മൂന്നാമത്തെ വാക്ക്. അപ്പൊ ഞാൻ ചായ കുടിച്ചു 3 വാക്ക്. ഓക്കെ. റീജ, റീജ ഓക്കെ, ഞാനിപ്പോ ഈ പറഞ്ഞ വാചകമില്ലേ, ഞാൻ ചായ കുടിച്ചു എന്ന് പറഞ്ഞ അത് ഇംഗ്ലീഷിൽ പറഞ്ഞ I drink tea. കുടിച്ചു എന്നല്ല, I drank tea. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ എന്തുകൊണ്ടാണ് റീജ ഐ ടീ ഡ്രാങ്ക് എന്ന് പറയാണ്ടിരുന്നത്? ഇംഗ്ലീഷിൽ പറയുമ്പം അത് ലാസ്റ്റ് അല്ലേ വരുക? വെരി ഗുഡ്, വെരി ഗുഡ്, യു ആർ ഇന്റലിജന്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, കറക്റ്റ്, കറക്റ്റ്. ഒന്നുകൂടി നമ്മൾ ഗ്രാമാറ്റിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഓബ്ജക്റ്റ് മൂന്നാമതേ പറയുക. ഞാൻ കുടിച്ചു, ഒരു ചോദ്യം ചോദിക്കുക, വാട്ട് അല്ലെങ്കിൽ ഹും, ആരെ അല്ലെങ്കിൽ എന്ത്. അപ്പൊ ഒരു ആൻസർ കിട്ടും. അത് കിട്ടുന്നുണ്ടെങ്കിൽ അത് മൂന്നാമത്. എന്ത് കുടിച്ചു? ചായ കുടിച്ചു. അപ്പൊ ചായ അങ്ങനെ വരുള്ളൂ ഇംഗ്ലീഷിൽ. എപ്പോൾ ശ്രദ്ധിക്കുക, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. ഓക്കെ, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അടുത്തത് റിൻഡ വർഗീസ്. റിൻഡ വർഗീസ്. യെസ്, ഫസീല. ഫസീല. ആരും വിളിച്ചിട്ട്? ഓക്കെ ഫസീല, വെരി ഗുഡ്. ഹൗ ആർ യു ഫസീല? ഫൈൻ. വെരി ഗുഡ്, വെരി ഗുഡ്. ഫൈൻ എന്ന് പറഞ്ഞിട്ട് സന്തോഷമില്ലല്ലോ, സന്തോഷത്തോടെ പറഞ്ഞ ഐ ആം വെരി ഫൈൻ. യെസ്, ഓക്കെ. ഓക്കെ, ഓക്കെ, ഇപ്പൊ ശരിയായി. ഓക്കെ, ഓക്കെ. ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്, സിമ്പിൾ ചോദ്യമാണ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു ഐ ഡ്രാങ്ക് ടീ എന്നുള്ളത് റീച്ച പറഞ്ഞു. ഞാൻ അടുത്തൊരു വാചകം പറയാണ്, ഫസീല ഫസീലയെ കുറിച്ച് പറയാണ്, ഐ ആം ആൻ ഇന്റലിജന്റ് ലേഡി. ഐ ആം ആൻ ഇന്റലിജന്റ് ലേഡി. ഫസീല ഫസീലയെ കുറിച്ച് പറയണം. യെസ്, ഞാനിപ്പോ ചോദിക്കുന്ന ചോദ്യം, ഈ വാചകത്തിൽ വെർബ് ഏതാണെന്ന് പറയാമോ? ഐ ആം ആൻ ഇന്റലിജന്റ് ലേഡി എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിലെ വെർബ് ഏതാണെന്ന് പറയാമോ? ലേഡി. ലേഡിയാണ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. മേഘന, മേഘനക്ക് എന്ത് തോന്നുന്നു? മേഘന സന്തോഷ്? ഏതാണ് അതിന്റെ വെർബ്? ഐ ആം. ഒന്നുകൂടി പറ. അതെ, ക്ലിയർ ആവില്ല മേഘന. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് റേഞ്ചിൽ പറഞ്ഞ് ഒന്ന് ക്ലിയർ ആയിട്ട്. Sir, I is the subject, am is the verb. Yes, okay, okay. Am is the verb. Very good, very good. അപ്പോ ഫസീല പറഞ്ഞു ലേഡി എന്ന് പറഞ്ഞു, മേഘന പറഞ്ഞു ആം എന്ന്. അപ്പൊ രണ്ട് അഭിപ്രായം വന്നുകൊണ്ട് നമുക്ക് ഒരാളോട് കൂടി ചോദിക്കാം. റിനി ബിറ്റി, ഏതാണ് അതിന്റെ അത് വെർബ്? സബ്ജക്ട്, ആം എന്നുള്ളത് വെർബായിട്ട് എടുക്കും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഫസീല, ആം ആണ് അതിന്റെ അകത്ത് വെർബ്, ആകുന്നു. ഒരു വെർബ് നമുക്ക് തിരിച്ചറിയാനായിട്ട് വെർബിന് എപ്പോഴും നമുക്ക് 3 കാലങ്ങൾ പറയാൻ പറ്റും. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ആകുന്നു, ആയിരുന്നു, ആയിരിക്കും. കണ്ടോ? യെസ്. അതേപറ്റി ലേഡി എന്നുള്ളത് അങ്ങനെ പറയാൻ പറ്റും. വെർബിനെ 3 ടെൻസ് നമുക്ക് പറയാൻ പറ്റും. യെസ്. ഇനിയിപ്പോ ഓടുക, ഓടി, ഓടും. ചാടുക, ചാടി, ചാടും. ഉറങ്ങുക, ഉറങ്ങി, ഉറങ്ങും. അല്ല, വെർബിന് എപ്പോഴും 3 ടെൻസ് പറയാൻ പറ്റും. അത് തന്നെ ഓർത്തിരുന്നാല് നമുക്ക് ഏതാണ് വെർബ് എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്. അപ്പോ റീജനോട് ഞാൻ നേരത്തെ ചോദിച്ചു, ഐ ഡ്രാങ്ക് ടീ എന്ന് റീജൻ പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ അതിന്റെ ഒരു ബാക്കി റിനി വീട്ടി, സോറി റിനി അല്ല, ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി വരുമെന്ന് വിചാരിക്കാം.
ഉഷ, വേണു. ഓക്കെ ഉഷ. അപ്പൊ ചോദ്യം ഇതാണ്, നേരത്തെ റീജ പറഞ്ഞ ഐ ഡ്രാങ്ക് ടീ എന്ന് പറയുന്ന വാചകത്തിലെ വെർബ് ഏതാണ്? ഐ ഡ്രാങ്ക് ടീ എന്ന് പറഞ്ഞ വാചകത്തിലെ വെർബ് ഏതാണ് എന്നാണ് ചോദ്യം. ഉഷയുടെ അഭിപ്രായം പറഞ്ഞോളൂ. എന്തോ? പറയൂ. ടീ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. സുരമ്യ, സുരമ്യയുടെ അഭിപ്രായത്തിൽ ഏതാണ് വെർബ്? ഡ്രാങ്ക് ആണ്. നോക്കി, ഡ്രാങ്ക് കുടിച്ചു. അതിന്റെ രണ്ട് കാലം കൂടി നമുക്ക് പറയാം, കുടിക്കുക, കുടിക്കും. നേരെ മറിച്ച് ചായ എന്നുള്ളത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ചായ എന്ന് പറയുമ്പോൾ അതൊരു പേരാണ്, അതിനെ പറയുന്ന പേര് നൗൺ എന്നാണ്. അല്ലെങ്കിൽ അപ്പൊ നൗൺ എന്നുള്ളതിന് നമുക്ക് മൂന്ന് കാലങ്ങൾ പറയാൻ പറ്റില്ല. അതിന്റെ അകത്ത് ഡ്രാങ്ക് എന്നുള്ളതാണ് വെർബ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ വെർബ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. യെസ്. അപ്പൊ നമ്മളൊരു വാചകം കാണുമ്പോൾ അതിൻ്റെ അകത്ത് ഈസ്, ആം, ആറ്, വാസ്, വേറ്, ഡു, ഡസ്, ഡിഡ്, ഹാവ്, ഹാസ്, ഹാഡ്, ഷാല്, ഷുഡ്, വില്ല്, കുഡ്, ക്യാൻ, മേ, മൈറ്റ്, മസ്റ്റ്, ഇതെല്ലാം കാണും. ഇങ്ങനെയുള്ള വാക്കുകൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ വെർബായിട്ട് നമ്മൾ സങ്കല്പിക്കും. അതിൽ തന്നെ മോഡൽ ഹെൽപ്പിംഗ് വെർബ് അങ്ങനെയൊക്കെ വേർതിരിവൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് തൽക്കാലം ഇന്ന് എല്ലാത്തിനെയും ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്ന ഒരു രീതിയിൽ അങ്ങനെ ഉൾപ്പെടുത്തും. അപ്പൊ എന്തൊക്കെ ഒരു ഈ സാമാറ്, വാസ്, വേറ്, ഹാസ്, ഹാവ്, ഹാഡ്, ഹാല്, വില്ല്, ഷാല്, മേ, മൈറ്റ്, ഷുഡ്, കുഡ്, ഇങ്ങനെ വരുന്ന എല്ലാം എന്താണ്? ഹെൽപ്പിംഗ് വെർബ്. അത് നമ്മൾ എന്ത് പറയുന്നത്? ഹെൽപ്പിംഗ്. ഓക്കെ. ഈസ്, ആം, ആറ്, വാസ്, വേറ്, ഹാസ്, ഹാവ്, ഹാഡ്, ഓക്കെ, ഹെൽപ്പിംഗ് വെർബ്. ഇനി ഇത് ഇല്ലാതെയും ചില വെർബുകൾ വരും. നേരത്തെ റീജ പറഞ്ഞ ഡ്രാങ്ക്, അതിന് നമുക്ക് പറയാം മെയിൻ വെർബ് എന്ന് പറയാം. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്, അത് മെയിൻ വെർബാണ്. മൂന്ന് ടെൻസ് പറയാൻ പറ്റും: പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഗോ, വെന്റ്, ഗോൺ, അത് മെയിൻ വെർബാണ്. ഗോ. കാരണം എന്താണ്? കാരണം അതിന് മൂന്ന് കാലങ്ങൾ ഇങ്ങനെ പറയാൻ പറ്റും. അപ്പോ ഈ സാമാറല്ലാതെ വരുന്ന വാക്ക് വെർബിനെ മെയിൻ വെർബ് എന്നും, ഈ സാമാർ, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, അതൊക്കെ വരുന്നതിന് നമ്മൾ ബി വെർബ് എന്നും പറയും. ബി വെർബ്. ബി വെർബിന്റെ തന്നെ വേറൊരു പേരാണ് ഹെൽപ്പിംഗ് വെർബ്. അപ്പൊ നമുക്ക് പറയാം വെർബുകളെ രണ്ടായിട്ട് വിഭജിക്കാം. ഒന്നിനെ മെയിൻ വെർബ് എന്നും പറയാം, അടുത്തതിനെ ഹെൽപ്പിംഗ് വെർബ് എന്നും പറയാം. യെസ്. ഇപ്പൊ എന്തൊക്കെയാണ് ഹെൽപ്പിംഗ് വെർബ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. യെസ്. ഇനി നമുക്കിനി അടുത്തത് വേണ്ടത് ഈ ഹെൽപ്പിംഗ് വെർബിന്റെ ഉപയോഗത്തേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഹെൽപ്പിംഗ് വെർബിന്റെ ഉപയോഗം. യെസ്. ഹെൽപ്പിംഗ് വെർബിന്റെ ഉപയോഗം. യെസ്. ഹെൽപ്പിംഗ് വെർബ് നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയാവുന്ന ഒരു ചോദ്യം ചോദിക്കാം. യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയാവുന്ന യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു പുസ്തകം വായിക്കുകയാണ്. അപ്പൊ ഞാൻ പറയണേ യു ആർ റീഡിങ് എ ബുക്ക്. നിങ്ങളൊരു പുസ്തകം വായിക്കുകയാകുന്നു. യു ആർ റീഡിങ് എ ബുക്ക്. അതിൽ ആ വെർബായിട്ടുള്ള ആർ എടുത്തിട്ട് ആദ്യം പറയുന്നതായിരിക്കും. ആർ യു റീഡിങ് എ ബുക്ക്? ഐ. നിങ്ങളൊരു പുസ്തകം വായിക്കുകയാകുന്നോ? ചോദ്യമായി. കേട്ടാ? ആർ യു റീഡിങ് എ ബുക്ക്? അതിന് യെസ്, ഐ ആം റീഡിങ് എ ബുക്ക്. അല്ലെങ്കിൽ എന്ത് പറയാം? നോ, ഐ ആം നോട്ട് റീഡിങ് എ ബുക്ക്. യെസ്. ഓക്കെ. ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകുന്നു, ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകുന്നു, ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകുന്നു. ഇതിന്റെ മൂന്നിന്റെയും അർത്ഥം എന്താണ്? ആകുന്നു. അപ്പൊ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ വായിക്കുകയാകുന്നോ എന്ന് ചോദിക്കും. ഉത്തരം പറയുമ്പോൾ ഞാൻ വായിക്കുകയാകുന്നു എന്നാണ്. അപ്പൊ യു എന്നുള്ളത് മാറ്റി അവിടെ ഐ വന്നു. അതുകൊണ്ടാണ് ആറ് മാറിയിട്ട് ആം വന്നത്. ഓക്കെ, വെരി ഗുഡ്. യെസ്.
അപ്പൊ നമുക്ക് പറയാം ഈ ഹെൽപ്പിംഗ് വെർബ്, അതായത് ഈസ്, ആമ്, ആറ്, വാസ്, വേർ അങ്ങനെയൊക്കെ പറഞ്ഞ ഹെൽപ്പിംഗ് വെർബ് നമുക്ക് യെസ് ഓർ നോ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. യെസ് ഓർ നോ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. യെസ്, രേഷ്മ രമേശ്. ഓക്കെ, ഒരു യെസ് ഓർ നോ വരുന്ന ഒരു ചോദ്യം ചോദിച്ചു. ആ രേഷ്മ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ആൻസർ യെസ് എന്നും നോ എന്നും ഉത്തരം പറയാൻ പറ്റുന്നതായിരിക്കും. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വാസോ വേറെ ആദ്യം വരുന്ന ഒരു ചോദ്യം പറഞ്ഞാൽ മതി. കറക്റ്റ് ആയി. Are you playing? ആർ യു പ്ലേയിങ്? യെസ്. നിങ്ങൾ കളിക്കുകയാകുന്നു. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചു, ഞാൻ പറയാം യെസ് ഐ ആം പ്ലേയിങ്. അല്ലെങ്കിൽ പറയാം നോ ഐ ആം നോട്ട് പ്ലേയിങ്. അപ്പൊ നമുക്ക് പറയാം ബി വെർബിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. യെസ്, ജെൻസ ജോളി. ജെൻസ. യെസ്. സിനി. ഓക്കെ, വെരി സിമ്പിൾ. ഓക്കെ, ഞാനിവിടെ പറഞ്ഞു ഐ ആം ടീച്ചിങ്. ഐ ആം ടീച്ചിങ് എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്, നെഗറ്റീവ് സെന്റൻസ് ആണ്? പോസിറ്റീവ്. ഐ ആം ടീച്ചിങ്, ഞാൻ പഠിപ്പിക്കുകയാകുന്നു. ചിന്തയുടെ ഒരു നോട്ടത്തിൽ പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആണ്? സിനി, ശബ്ദം കേൾക്കുന്നില്ല, കുറച്ചുകൂടെ ഉറക്കെ പറയും. പോസിറ്റീവ്. പോസിറ്റീവ്. പോസിറ്റീവ് എന്ന് പറയുന്ന സിനിയുടെ ഉത്തരം വളരെ പോസിറ്റീവാണ്. കറക്റ്റ്. യെസ്. കാരണം സിനി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് നോട്ട് ഇല്ല, നോ ഇല്ല, നെവർ ഇല്ല, നത്തിങ് ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും കാണാനില്ല. അപ്പൊ ഇത് പോസിറ്റീവ് ആണ്, അല്ലെ? അർത്ഥം അതാണ്, ഞാൻ പഠിപ്പിക്കുകയാകുന്നു. അപ്പൊ ഈ പോസിറ്റീവ് വാചകത്തെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം സിനി? സിനി എന്നെ പറഞ്ഞു. നോട്ട് കൂടി ചേർക്കണം. വെരി ഗുഡ്, വെരി ഗുഡ്. ആ നോട്ട് എവിടെ ചേർക്കണം? നേരത്തെ നമ്മൾ പറഞ്ഞ ആ ബി വെർബില്ലേ, അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബില്ലേ, അത് കഴിഞ്ഞിട്ട് നോട്ട് ചേർത്ത് കഴിയുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു? അത് നെഗറ്റീവ് വാചകമായിട്ട് മാറുന്നു. അപ്പൊ നമുക്ക് പറയാം ഐ ആം നോട്ട് ടീച്ചിങ്. ഐ ആം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? നോട്ട് കൂടി ചേർത്തു. അപ്പൊ നെഗറ്റീവായി. ഷീ ഈസ് ഡാൻസിങ്. പോസിറ്റീവ് ആണ്, അവൾ ഡാൻസ് ചെയ്യുകയാണ്. അപ്പൊ ഈസ് എന്ന് പറഞ്ഞ വെർബ് കഴിഞ്ഞിട്ട് ഒരു നോട്ട് ചേർത്തു. ഷീ ഈസ് നോട്ട് ഡാൻസിങ്. അപ്പൊ എന്ത് ചെയ്യുന്നില്ല? അപ്പൊ നെഗറ്റീവായി. അപ്പൊ നമുക്ക് പറയാം ഒരു ബി വെർബുള്ള വാചകത്തെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ആ ബി വെർബ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചേർത്താൽ മതി? ഒരു നോട്ട് ചേർത്താൽ മതി. അപ്പൊ ഒരു സെന്റൻസ് നിങ്ങൾക്ക് തന്നിട്ട് ചേഞ്ച് ഇൻ ടു നെഗറ്റീവ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ അടിയിൽ 3 നെഗറ്റീവായിട്ട് കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ ഉണ്ടാവും. അതിൽ ആ വാചകത്തെ എങ്ങനെ നെഗറ്റീവ് ആക്കാം എന്നുള്ള കാര്യം പറയും. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നുകൂടി ഞാൻ പറയാം. വെർബിനെ രണ്ടായിട്ട് വിഭജിച്ചു. മെയിൻ വെർബ്, ഹെൽപ്പിംഗ് വെർബ്. മെയിൻ വെർബ് അവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നീട് പരിഗണിക്കാം. ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുമ്പോൾ ഈസ് വരും, ആം വരും, ആറ് വരും. ഇത് 3 ആകുന്നു. വാസ്, വേർ, ഇത് രണ്ടും എന്താണ്? ആയിരുന്നു. യെസ്. പിന്നെ ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്. ഇത്രയും മെയിൻ ആയിട്ട് ഇങ്ങനെ ഓർത്തിരിക്കുക. അപ്പൊ ഈ സംഗതികൾ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഒരു നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറുന്നു? നെഗറ്റീവ് വാചകമായിട്ട് മാറി. യെസ്. ഓക്കെ. അപ്പൊ നമുക്ക് ബി വെർബുള്ള വാചകത്തെ നെഗറ്റീവ് ആക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ഓക്കെ. ഇനി നമ്മൾ ബി വെർബ് ഇല്ലാത്ത വാചകങ്ങളുണ്ട്, അതിനെങ്ങനെ നെഗറ്റീവ് ആക്കും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നേരത്തെ റീച്ച പറഞ്ഞ അതേ വാചകം തന്നെ ഞാൻ ഇവിടെ എടുക്കുകയാണ്. നിങ്ങൾ അതുകൂടെ ഒന്ന് എഴുതി ശേഷം നമുക്ക് എഴുതാം. ഐ ഡ്രാങ്ക്, DRANK, ഡ്രാങ്ക്. I drank tea. I DRANK, drank tea. Okay. I drank tea. എന്നിട്ട് ബ്രാക്കറ്റിൽ ചേഞ്ച് ഇൻ ടു നെഗറ്റീവ് എന്നാണ് പറഞ്ഞേക്കുന്നത്.
ചേഞ്ച് ഇൻ ടു നെഗറ്റീവ്. ഓക്കെ, ചേഞ്ച് ഇൻ ടു നെഗറ്റീവ്. അപ്പൊ ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ഈസോ, ആമോ, ആറോ, വാസോ, വേറോ, ഹാസോ, ഹാവോ, ഹാഡോ, വില്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഐ ഡ്രാങ്ക് ടീ എന്നുള്ളതിൽ അങ്ങനെയുള്ള ഹെൽപ്പിംഗ് വെർബ് ഒന്നുമില്ല. പകരം ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഡ്രാങ്ക് എന്ന് പറയുന്ന മെയിൻ വെർബാണ് വന്നിരിക്കുന്നത്. മെയിൻ വെർബ്. അങ്ങനെ ഹെൽപ്പിംഗ് വെർബ് ഇല്ലാത്ത വാചകത്തെ നമ്മൾ നെഗറ്റീവ് ആക്കാൻ നോക്കുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മെയിൻ വെർബ് ഏതാണെന്ന് നോക്കാം. ആ മെയിൻ വെർബിന്റെ ടെൻസ് ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കൂടി നോക്കാം. മെയിൻ വെർബിന്റെ ടെൻസ്. അപ്പോ സഫീറ റഷീദ്, ഈ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് ഐ ഡ്രാങ്ക് ടീ എന്ന് പറയുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ആ ഡ്രാങ്ക് എന്ന് പറയുന്നതിന്റെ ടെൻസ് പറയാമോ? പാസ്റ്റ് ടെൻസ്. വെരി ഗുഡ്, ഇന്റലിജന്റ് ക്വസ്റ്റ്യൻ. യെസ്, അതിന്റെ പ്രസന്റ് ടെൻസ് എന്താണ്? ഡ്രിങ്ക്. വെരി ഗുഡ്, വെരി ഗുഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ സഫീറ. യെസ്, അപ്പോ സഫീറിനോട് ചോദിക്കാം. സഫീർക്ക് ഏതായാലും ഇതിനെ കുറിച്ച് അറിയാമെന്ന് പറഞ്ഞു. കാരണം പറയുന്നത് കേട്ടിട്ട് ആ സംസാരത്തിൽ നിന്ന് അറിയാം ആളെ. ഐ ഡ്രാങ്ക് ടീ എന്നോട് ഇപ്പൊ സഫീർ പറയണോ? ഉത്തരം പറഞ്ഞത് അബദ്ധമായി. അറിയാണ്ടില്ല, ഞാൻ ട്യൂഷൻ എടുക്കുന്ന കുട്ടികളെ ബുക്കിൽ കണ്ടതാ. യെസ്, വെരി ഗുഡ്. അന്നാ പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. ഇതിന് നെഗറ്റീവ് ആക്കാൻ പറ്റും. ഈ പറഞ്ഞ വാചകത്തിൽ നെഗറ്റീവ് ആക്കി തരാൻ പറ്റും. നോട്ട് ഡ്രിങ്ക്. നോട്ട് ഡ്രിങ്ക് നമ്മൾ അങ്ങനെ നോട്ട് നമുക്ക് ചേർക്കാം. എങ്ങനെയാണെങ്കിലും എന്താ പറയുക, ഈ സാമാറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചേർക്കാൻ പറ്റും. ഈ സാമാറിൽ ഓക്കെ ഓക്കെ സഫീറ, ഈ വിഷയത്തോട്ട് വരാം. അപ്പൊ ഈ സാമാർ ഇല്ല എങ്കിൽ നമ്മൾ എന്ത് നോക്കണം? മെയിൻ വെർബ് നോക്കി. മെയിൻ വെർബ് നോക്കിയപ്പോ അത് പ്രസന്റ് ടെൻസ് ആണ്, അല്ല പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലായി. അങ്ങനെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എന്താ ചേർക്കേണ്ടതെന്ന് അറിയാമോ? ഡിഡ് നോട്ട് എന്ന് ചേർക്കണം. എന്ത് ചേർക്കണം? ഡിഡ് നോട്ട്. യെസ്. അപ്പൊ ഒരു കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കണം. ഡിഡ് ഉള്ള വാചകത്തിൽ പ്രസന്റ് ടെൻസിനെ ഉപയോഗിക്കാവൂ, പക്ഷെ പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം കിട്ടിക്കോളും. നോക്കി, ഐ ഡ്രാങ്ക് ടീ എന്ന് പറയുമ്പോൾ ഞാൻ ചായ കുടിച്ചു. അതിന്റെ നെഗറ്റീവ് വരുമ്പോൾ എന്ത് വരും? ഞാൻ ചായ കുടിച്ചിട്ടില്ല. അപ്പോൾ ഐ ഡിഡ് നോട്ട് പിന്നെ ഡ്രാങ്ക് പറയുന്നത് തെറ്റാണ്. ഡിഡ് ഉണ്ടെങ്കിൽ പിന്നെ പ്രസന്റ് ടെൻസേ പറയാവൂ. ഐ ഡിഡ് നോട്ട് ഡ്രിങ്ക് ടീ. അപ്പൊ അതിന്റെ അർത്ഥം എന്ത് വരും? ചായ കുടിച്ചിട്ടില്ല. ഡിഡ് ഉള്ള വാചകത്തില് പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാൽ മതി, പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം കിട്ടിക്കോളും. യെസ്, ഓക്കെ. അപ്പോ ഐ ഡ്രാങ്ക് ടീ എന്നുള്ളതിന്റെ നെഗറ്റീവ് വാചകമാണ് ഐ ഡിഡ് നോട്ട് ഡ്രിങ്ക് ടീ. എന്തുകൊണ്ടാണ് ഡിഡ് നോട്ട് ഉപയോഗിക്കാൻ കാരണം? ഡ്രാങ്ക് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആയിരുന്നു. ഓക്കെ, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എന്ത് ഉപയോഗിക്കണം? ഡിഡ് നോട്ട് ഉപയോഗിക്കണം. ഓക്കെ, യെസ്. ഫാത്തിമ. യെസ്, ഐ ചോദ്യം ഇതാണ്. ഷീ ടോൾഡ് ദ ട്രൂത്ത്. ഷീ ടോൾഡ് ദ ട്രൂത്ത്. അവൾ സത്യം പറഞ്ഞു. നെഗറ്റീവ് ആക്കി. She didn't tell the truth. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഷീ ഡിഡിന്റ് അല്ലെങ്കിൽ ഡിഡ് നോട്ട് ടെൽ ദ ട്രൂത്ത്. എന്തുകൊണ്ട് ഫാത്തിമക്ക് മനസ്സിലായി? ടോൾഡ് പാസ്റ്റൻസ് ആണ്. അപ്പൊ എന്ത് ഉപയോഗിക്കണം? നെഗറ്റീവ് ആക്കുമ്പോ ഡിഡ് നോട്ട് ഉപയോഗിക്കും. ഡിഡ് ഉള്ള വാചകത്തിൽ ടോൾഡ് എന്ന് പറയാൻ പാടില്ല, പ്രസന്റ് ടെൻസ് പറയണം. അപ്പൊ ടോൾഡ് എന്നുള്ള പ്രസന്റ് ടെൻസ് എന്താണ്? ടെല്ലാണ്. അപ്പൊ ഷീ ഡിഡ് നോട്ട് ടെൽ ദ ട്രൂത്ത്. അവൾ സത്യം പറഞ്ഞിട്ടില്ല. യെസ്, ആദ്യം പറഞ്ഞ ഷീ ടോൾഡ് ദ ട്രൂത്ത്, അവൾ സത്യം പറഞ്ഞു. ഷീ ഡിഡ് നോട്ട് ടെൽ ദ ട്രൂത്ത്. ഇവിടെ കിട്ടിയല്ലോ. ഇപ്പൊ തന്നിരിക്കുന്ന വാചകം പാസ്റ്റ് ടെൻസിലുള്ളതാണെങ്കിൽ അതിന്റെ അകത്ത് നമ്മൾ എന്ത് ചേർക്കുന്നു? ഡിഡ് നോട്ട് ചേർക്കുന്നു. നുസ്രത്ത്. യെസ്, ഓക്കെ. ചോദ്യം ഇതാണ്. ഐ ലവ്ഡ്
my children. Negative ആക്കും. I didn't love my child. Children. Okay. Children. Correct. Okay, correct. I did not or I didn't love my children. അപ്പൊ ഇനി മറന്നു പോകില്ലല്ലോ, ചെയ്യേണ്ടത് ഇനി അത്. എന്നാലും നമുക്ക് ആര്യ വികാസ്. ആര്യ. Good morning, sir. Yes, very good morning, Arya. How are you? അതെ, ടീച്ചറിന് പോയേക്കോ, അതാണ് ക്ലാസ്സിലൊന്ന് കേറാൻ പറ്റാൻ ഒന്നും തോന്നരുതട്ടോ സാറേ. Yes, very good. ആര്യയുടെ അഭാവം കൂടി ഉണ്ടായിരുന്നു. Yes. തോന്നി. Okay. അപ്പൊ നമുക്ക് ചോദിക്കാം. ഇപ്പൊ ഇവിടെ നേരത്തെ ഫാത്തിമയും നുസ്രത്തും പറഞ്ഞ അതേ വാചകം പോലത്തെ വാചകം ഞാൻ പറയാം. Yes. She taught, T-A-U-G-H-T. She taught me English. She taught me English. പറയൂ. അതിന്റെ നെഗറ്റീവ് ആക്കി. ഒന്നുകൂടെ പറയോ? She taught, T-A-U-G-H-T, taught me English. അവൾ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. She taught not English. ഓ, കയ്യിൽ പോയി. ഇപ്പൊ നമ്മൾ പറഞ്ഞ അതേ നിയമങ്ങൾ വെച്ചും ചിന്തിച്ചേ. നേരത്തെ ഫാത്തിമയും നുസ്രത്തും ഒക്കെ റെഡിയാക്കി അതേ ട്രാക്കിലൂടെ പോരട്ടെ. ഒന്നുകൂടി ഒന്ന് മനസ്സിരുത്തി ആലോചിച്ച്. ഓക്കെ, ആലോചിക്കട്ടെ, നോ പ്രോബ്ലം. ചിന്തിക്കുക. റഷീദ then Aishwarya came. She didn't teach me English. Very good. Okay. She taught. Teach എന്നുള്ളൊരു past tense ആണ് taught. അല്ലേ? അപ്പൊ past tense ആണ് വന്നിരിക്കുന്നത്. അപ്പൊ did not ഉപയോഗിക്കണം. She did not അല്ലെങ്കിൽ didn't. Taught എന്നുള്ളൊരു past tense ആണ് teach me English. Very good, Aishwarya. She didn't teach me English. അപ്പൊ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഓർത്താൽ മതി. നെഗറ്റീവ് ആക്കാൻ പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഈ സാമാറൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമാണ്. ഒരു നോട്ട് അങ്ങനെ ചേർത്താൽ സംഗതി നെഗറ്റീവായി ഓക്കെ. അതങ്ങനെ ഇല്ല എങ്കിലോ ടെൻസ് ഒന്ന് നോക്കാം. പാസ്റ്റ് ടെൻസ് ആണ് എന്ത് ചെയ്തേക്കുക, ഒരു ഡിഡ് നോട്ട് ഉപയോഗിച്ചേക്കാം. ആ ഡിഡ് നോട്ട് ഉപയോഗിക്കുമ്പോൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാവൂ. യെസ്, പിടികിട്ടിയല്ലോ, സംശയമൊന്നുമില്ലല്ലോ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. യെസ്, ഓക്കെ ഫാത്തിമ. ഓക്കെ, വെരി ഗുഡ്. ഞാനിനി ഒന്ന് മാറ്റി പിടിക്കാം. യെസ്, അപ്പൊ നേരത്തെ പറഞ്ഞു ഐ ഡ്രാങ്ക് ടീ എന്ന് പറഞ്ഞു. ഞാൻ അതൊന്നും മാറ്റി. അടുത്ത സെന്റൻസ് എഴുതിക്കോളൂ. ഐ ഡ്രിങ്ക്, DRINK, ഡ്രിങ്ക് ടീ. ഐ ഡ്രിങ്ക് ടീ. ഓക്കെ അർച്ചന? Yes, sir. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്ന് മാറ്റി, ഡ്രാങ്ക് എന്നുള്ളത് മാറ്റി ഡ്രിങ്ക് ആക്കി കേട്ടോ. ഐ ഡ്രാങ്ക് ടീ എന്ന് പറയുമ്പോൾ ഞാൻ ചായ കുടിച്ചു. ഐ ഡ്രിങ്ക് ടീ എന്ന് പറയുമ്പോൾ ഞാൻ ചായ കുടിക്കാറുണ്ട്. അതിനെ നമ്മളൊന്ന് നെഗറ്റീവ് ആക്കാൻ പോയിരുന്നു. ഞാൻ ചായ കുടിക്കാറില്ല എന്ന്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അതിലേക്ക് കിടക്കാം. അത് വരുന്നതിന് മുമ്പ് ഐശ്വര്യോട് ചോദിക്കാണ്, ഇതിന്റെ അകത്ത് വന്നിരിക്കുന്ന ഈ സാമാറൊന്നുമില്ല. അപ്പൊ നമ്മൾ മെയിൻ വെർബ് നോക്കി. മെയിൻ വെർബ് നോക്കുമ്പോൾ മെയിൻ വെർബ് ഏതാണ് ഇതിന്റെ അകത്ത് അർച്ചന? Main verb drink. വെരി ഗുഡ്. അത് ഏത് ടെൻസിൽ വരുന്നത്? Past. അല്ല, പോസിറ്റീവ്. സോറി, ഞാനിട്ടല്ല ഈ കമ്പ്യൂട്ടറിൽ തലക്കുന്ന ഒറ്റടി എന്റെ അടി. ഒന്നും കൂടി ചിന്തിക്കുക. അല്ല, ഐ ഡ്രിങ്ക് ടീ, ഞാൻ ചായ കുടിച്ചു എന്ന് പറയുന്നത് പോസിറ്റീവ് സെന്റൻസ് അല്ലേ സർ? പോസിറ്റീവ് മറത്തു, ടെൻസ് മാത്രം പറയും. പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്നാണ് ചോദിച്ചത്. സാർ അത് ഐ ഡ്രിങ്ക് ടീ എന്ന് പറയുന്നത് പോസിറ്റീവ് സെന്റൻസ് ആണ്. ഓക്കെ, ആണ് സമ്മതിച്ചു.
ഇതിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നതല്ല, ഈ ഡ്രിങ്ക് എന്ന് പറയുന്ന വേർഡ് ഏത് ടെൻസിലാണ്? പ്രസന്റ്. അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, കറക്റ്റ്. ഓക്കെ അച്ഛന, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അപ്പൊ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ നമുക്കറിയാം പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് നോട്ട് ആണ് ചേർക്കേണ്ടത്. അപ്പൊ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് നോട്ട് ചേർത്താൽ തെറ്റാണ്. അവിടെ രണ്ട് സാധ്യതകളുണ്ട്. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമുക്ക് കണ്ണടച്ച് പറയാം ഡിഡ് നോട്ട് ഒരേ ഉള്ളൂ. പക്ഷെ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ രണ്ട് സാധ്യതകളുണ്ട്. ഒന്നുകിൽ ഡു നോട്ട് ചേർക്കണം, അല്ലെങ്കിൽ ഡസ് നോട്ട് ചെയ്യണം. ഒന്നില്ലെങ്കിൽ ഡു നോട്ട് ചേർക്കണം, അല്ലെങ്കിൽ ഡസ് നോട്ട് ചെയ്യണം. ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട്. അപ്പൊ ഡു നോട്ട് വേണോ ഡസ് നോട്ട് വേണോ എന്നുള്ളത് എന്ത് സബ്ജക്റ്റ് ആണോ വന്നിരിക്കുന്നത് അത് ആശ്രയിച്ചിരിക്കുന്നു. സബ്ജക്റ്റിനെ ആശ്രയിച്ചിട്ടാണ് ഡു നോട്ട് വേണോ ഡസ് നോട്ട് വേണോ എന്ന് നമുക്ക് തീരുമാനിക്കുന്നത്. പാസ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, ആരുടെ കൂടെ വേണ്ടി പോകും, റെഡി ആയിട്ട് നിൽക്കുന്നു, ഇത് വിളിച്ചാൽ മതി. പക്ഷെ ഇതങ്ങനെയല്ല. സബ്ജക്റ്റ് ഏതാണ്, ആളെ നോക്കിയിട്ടാണ് ഇത് പോണത്. ഡു നോട്ട് ഉണ്ട്, ഡസ് നോട്ട് ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ഡു വരൂ, ഡു നോട്ട്. വി ആണെങ്കിൽ ഡു നോട്ട് വരുള്ളൂ. ദേ ആണെങ്കിൽ ഡു നോട്ട് വരുള്ളൂ. യു ആണെങ്കിൽ ഡു നോട്ട് വരുള്ളൂ. പിന്നെ പ്ലൂരൽ ഒന്നി കൂടുതലുണ്ടെങ്കിൽ അപ്പോഴും എന്തേ വരുള്ളൂ, ഡു നോട്ട് വരുള്ളൂ. അപ്പൊ ഞാൻ പറയാം, ഡു എന്തിന്റെ കൂടെയൊക്കെ വരും? ഐയുടെ കൂടെ വരും, വിയുടെ കൂടെ വരും, ദേയുടെ കൂടെ വരും, പിന്നെ യുവിന്റെ കൂടെ വരും, പിന്നെ പ്ലൂരൽ ബഹുവചനം അതിന്റെ കൂടെ വരും. ഇപ്പൊ ബോയ്സ്, അപ്പൊ ഡു നോട്ട് വരും. യെസ്, ഡീറ്റെയിൽ. ഇനി ഡസ് നോട്ട്. ഡസ് നോട്ട് അതിന്റെ കൂടെ വരും. ഡസ് വരുന്നത് ഹി സബ്ജക്റ്റ് ആണെങ്കിൽ ഡസ് നോട്ട്, ഷീ സബ്ജക്റ്റ് ആണെങ്കിൽ ഡസ് നോട്ട്, പിന്നെ സിംഗുലർ ഏകവചനം ഒരെണ്ണം ഉള്ളെങ്കിൽ ഡസ് നോട്ട്. യെസ്. അപ്പൊ ഹി, ഷീ സിംഗുലറിന്റെ കൂടെ ഡസ്, ബാക്കിയുള്ളതിന്റെ കൂടെ ഡു. ഓക്കെ, അത് എപ്പോഴും മനസ്സിലുണ്ടാവുന്നുണ്ട്. തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ്, ഡിഡ് നോട്ട് അങ്ങനെ ചേർത്താൽ മതി. ഇതിൻ്റെ അകത്ത് ഡൂവും ഡസ്സും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാം. ഐ ഡ്രിങ്ക് ടീ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഐ അല്ലേ സബ്ജക്റ്റ്, ഐയുടെ കൂടെ ഡു നോട്ട് അല്ലേ വരുള്ളൂ. ഐ ഡു നോട്ട് ഡ്രിങ്ക് ടീ. ആ ടെൻഷൻ ഒന്നും മാറണ്ട, അത് തന്നെ ഉപയോഗിച്ചാൽ മതി. ഐ ഡു നോട്ട് ഡ്രിങ്ക് ടീ. പിടി കിട്ടിയോ? ഓക്കെ, ശ്രുതി. ഓക്കെ, ശ്രുതിയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം ഇതാണ്, വി ഈറ്റ് ചിക്കൻ ബിരിയാണി. വി ഈറ്റ് ചിക്കൻ ബിരിയാണി. അതിന്റെ നെഗറ്റീവ് വാചകം എന്ന് പറഞ്ഞു. We don't eat chicken biryani. ഓക്കെ, ഡു നോട്ട് എന്നുള്ളതിന് വേറൊരു വേർഡാണ് ഡോണ്ട് കേട്ടാ. അപ്പൊ വി ഡു നോട്ട് ഈറ്റ് ചിക്കൻ ബിരിയാണി അല്ല, ഈറ്റ് പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് വരും. വിയുടെ കൂടെ എന്ത് വരുള്ളൂ? ഡുവേ വരുള്ളൂ. അപ്പൊ വി ഡു നോട്ട് എന്നുള്ളതിന് പകരം ഡോണ്ട് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. വി ഡോണ്ട് ഈറ്റ് അല്ലെങ്കിൽ വി ഡു നോട്ട് ഈറ്റ് ചിക്കൻ ബിരിയാണി. സൽമ നൗഷാദ്. ഞാനൊരു യാത്രയിലാണ്. ഓക്കെ ഓക്കെ, യാത്ര നടക്കട്ടെ. ഓക്കെ, ഹാപ്പി ജേണി. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, റീജ. ഓക്കെ, ഇവിടെ പറഞ്ഞു ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് വരുമെന്ന് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ. ഇത് നോക്കാം, ഞാൻ അടുത്ത വാചകം പറയുന്നു. ഷീ കംസ് ഹിയർ ഡെയിലി. ഷീ കംസ് ഹിയർ ഡെയിലി. നെഗറ്റീവ് ആക്കി. ഷീ ഡസ് നോട്ട്. എന്താ സാർ എനിക്ക് എഴുതാൻ പറ്റില്ല സാർ, ഞാൻ ഈ പറഞ്ഞത് കേട്ട് പറയണം. ഓക്കെ ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. ഷീ കംസ്, COMES. ഷീ കംസ് ഹിയർ, ഇവിടെ, ഡെയിലി. നെഗറ്റീവ് ആയി. ഷീ ഡസ് നോട്ട് കം ഹിയർ. കംസ് വേണ്ട, കം മതി. കം മതി സർ, കം മതി സർ.
കം മതി. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ഓക്കെ, റീജ, വെരി ഗുഡ്. ഓക്കെ, ഞാൻ അടുത്തൊരു വാചകം എഴുതി, നിങ്ങൾ എഴുതേണ്ടത് he comes, COMES, he comes here, 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 daily, DAILY, daily. Okay, Rinda Varghese. Yes, sir. How are you, Rinda? Fine, sir. Very good, very good, very good. മഴയൊക്കെ ഉണ്ടോ അവിടെ? നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. Yes, what did you eat for the breakfast? Rice and fish curry. Very good, very good, very good. അതിന്റെ ഒരു സന്തോഷം മുഖത്ത് കാണാനുണ്ട്. Yes, okay, okay, വിഷയത്തിലോട്ട് വരാം. അപ്പൊ എന്താ ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് he comes here daily. അതിന്റെ അകത്ത് വെർബ് ഏതാണ്? ഹിയർ ആണോ സാർ? ഹിയർ ഇവിടെ. അതിന് 3 കാലങ്ങൾ നമുക്ക് പറയാൻ പറ്റുമോ? കംസ് ആണോ? കംസ്. ഓക്കെ, ഓക്കെ, കംസ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം കൂടി നിന്നോട് തന്നെ ചോദിക്കുകയാണ്. ആ കംസ് എന്ന് എഴുതിയിരിക്കുന്നത് പ്രസന്റ് ടെൻസ് ആണോ, പാസ്റ്റ് ടെൻസ് ആണോ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണോ, എന്ത് ടെൻസിലാണ്? പ്രസന്റ് ടെൻസിന്റെ കൂടെ എസ് ആഡ് ചെയ്തെന്നല്ലേ ഉള്ളൂ. വെരി ഗുഡ്, ഇന്റലിജൻസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇതിന്റെ കറക്റ്റ് പിടി. ഞാൻ അവിടെ ഇട്ടത് ഇന്ത്യനെ പിടിക്കാൻ വേണ്ടി ഇരിക്കുന്നു. അപ്പൊ ഇതിന്റെ തിരിച്ചടിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ എന്തുകൊണ്ടാണ് അവിടെ എസ് ആഡ് ചെയ്യാനുള്ള കാരണം? ദിവസവും വരുന്നു, അതുകൊണ്ടാണോ? അല്ല, അവിടുത്തെ സബ്ജക്റ്റ് നമ്മൾ നോക്കാം. നോക്കി, സബ്ജക്റ്റ് എന്താണ്? ഹി. ഹി എന്ന് പറയുമ്പോ എത്ര ആളുണ്ട്? ഒരാളെ ഉള്ളൂ. സബ്ജക്റ്റ് അപ്പൊ ഒരാളെന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ പിന്നെ ഉപയോഗിക്കുന്ന പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അതിന്റെ കൂടെ ഒരു എസ് കൂടി ചേർക്കണം. എസ്ഒ ഇഎസ്ഒ എന്തെങ്കിലും ചേർക്കണം എന്നൊരു നിയമമുണ്ട്. അതുകൊണ്ടാണ് അവിടെ കംസ് എന്ന് പറയാൻ കാരണം. നേരെ മറിച്ച് ആ ഹി എന്നുള്ളതിന് പകരം അവിടെ ദേ എന്നാണെങ്കിൽ കംസ് വരൂല, കംന്ന വരുള്ളൂ. കാരണം ദേ എന്ന് പറയുമ്പോ അവർ, അത് പ്ലൂറലാണ്. വിഷയത്തിലോട്ട് വരാം. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ എന്റെ. യെസ്, അപ്പൊ നമുക്ക് പറയാം ഹി കംസ് ഹിയർ ഡെയിലി. അവൻ ഇവിടെ ദിവസവും വരാറുണ്ട്. അപ്പൊ നോക്കി, ഞാൻ അറിയാൻ പാടില്ലാത്തവർക്കുണ്ട് പറയണേ. അപ്പൊ നമ്മൾ നോക്കുമ്പോ ഇതിന് നെഗറ്റീവ് ആക്കിയാണ്. അപ്പൊ കംസ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ടെൻസ് ആണ് നമുക്കറിയാം. യെസ്, ആ പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് നമുക്ക് ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് വരും. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? സബ്ജക്റ്റ് ഹി അല്ലേ, അപ്പൊ ഡസ് നോട്ട് ആണ്. അപ്പൊ നോക്കുക, ഹി ഡസ് നോട്ട് പിന്നെ കംസ് എന്ന് പറയരുത്. കാരണം ഡസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എസ് ഉണ്ട്, പിന്നെ വേറൊരു എസ് വേണ്ട. അതുകൊണ്ട് ആ എസ് അങ്ങോട്ട് കളയണം. എന്നിട്ട് ഹി ഡസ് നോട്ട് കം ഹിയർ ഡെയിലി. ഇതാണ് വരാൻ കാരണം. അപ്പൊ നേരത്തെ അവിടെ റീജ അങ്ങനെ പറഞ്ഞു പോയി. എന്തുകൊണ്ട് അത് വന്നു എന്നുള്ളതാണ് ഞാനത് പറഞ്ഞത്. സർ, ഞാനത് പറയുമ്പോൾ ഒരു സുഖമില്ല, അതുകൊണ്ട് കംസ് ഒഴിവാക്കിയത്. എനിക്ക് സത്യത്തിൽ നിയമങ്ങൾ അറിയില്ലായിരുന്നു കേട്ടോ. ഓക്കെ, 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 ഓക്കെ. അപ്പൊ യു ആർ എ ലക്കി ഗേൾ. പറയുന്നത് മുഴുവൻ കറക്റ്റ് ആവുകയാണ് റീജ. വെരി ഗുഡ്. യെസ്, അപ്പോ അത് അത് പറഞ്ഞു കഴിയുമ്പോ നമുക്കിപ്പോ തെറ്റാണ് പറയണത്. നിങ്ങൾ ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു കല്ല് കടിക്കുന്ന പോലെ തോന്നും. അത് സുമാറാവേണ്ടിയാണ്. അപ്പൊ നമുക്ക് മാറ്റിപ്പോയി. യെസ്, നിയമം ഇതാണ് അവിടെ വന്നത്. അപ്പൊ ഹി എന്നുള്ളത് സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ടാണ് കംസ് വന്നത്. ഡസ് നോട്ട് ചേർക്കുമ്പോ ഡസിന്റെ കൂടെ എസ് ഉള്ളത് കൊണ്ട് കംസിന്റെ എസ് നമുക്ക് കളയണം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അപ്പൊ സാർ ഇത് നമുക്ക് മനസ്സിലാൻ വേണ്ടി നോട്ട് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ഓർ ഇ എസ് ചേർക്കുക, അങ്ങനെയല്ലേ സാർ വരിക? യെസ്, പോസിറ്റീവ് ടൈപ്പ് വാചകത്തിൽ. ഓക്കെ, നെഗറ്റീവ് ആവുമ്പോ ഡസ് നോട്ട് വരുമ്പോ പിന്നെ എസ് ചേർക്കണ്ട. ഓക്കെ, ഓക്കെ. റിൻഡ, സോറി റിൻഡ പറഞ്ഞാണ്. മേഘന. ഓക്കെ, ഓക്കെ, റിൻഡ, സോറി മേഘന. ഓക്കെ, വെരി ഗുഡ്. മേഘന, ഞാൻ ഒരു വാചകം പറയാം. ഷീ
goes to temple daily. കേട്ടോളൂ. She goes, TOES. She goes to temple daily. അവൾ ദിവസവും അമ്പലത്തിൽ പോകാറുണ്ട്. നെഗറ്റീവ് ആക്കി. She does not go to temple daily. Very good. Okay. She does not. ഡസ് വന്നപ്പോ ഗോസ് എന്നുള്ളതിന്റെ ES ഒന്ന് കളഞ്ഞു. കാരണം ഇവിടെ എസ് ഉണ്ടല്ലോ. അപ്പൊ അവിടുത്തെ എസ് വേണ്ട. ഗേറ്റ് പടി വാതിൽ വേണ്ട. ഒന്നില്ലെങ്കിൽ ഗേറ്റ്, അല്ലെങ്കിൽ പടി, അല്ലെങ്കിൽ വാതില്. ഒരെണ്ണം മതി. റിഡൻഡൻസി, ഇരട്ടിപ്പ് വരും. അപ്പൊ അതുകൊണ്ട് വെർബിന്റെ കൂടെയുള്ള എസ് കളഞ്ഞു. ഇതിന് വരും ഷീ ഗോസ് ടു ടെമ്പിൾ ഡെയിലി. കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. റിനി വിടി. റിനി. ഓക്കെ ഓക്കെ. റിനി വിട്ടാണ്ടിരിക്കുകയാണ്. എന്റെ അടുത്ത് കുറിച്ചിരിക്കുകയാണ്. ഇതൊക്കെ എന്താ പറയാ, ഇതൊരു രസകരമായിട്ട് എടുക്കാം. നമുക്കറിയാമെന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഒരിക്കലും മറന്നു പോകില്ല. യെസ്. ഓക്കെ. ഞാൻ അടുത്തൊരു വാചകം പറയാം. അതിന് റിനി എന്ത് ചെയ്യണം? നെഗറ്റീവ് വാചകമായിട്ട് പറയാം. ചോദ്യം ഇതാണ്. ബോയ് പ്ലേസ് ക്രിക്കറ്റ്. ഓക്കെ ഓക്കെ. സെന്റൻസ് ഞാൻ ഒന്നുകൂടി പറയാം. ബോയ് പ്ലേസ് ക്രിക്കറ്റ്. BOY, ബോയ്. PLAYS, പ്ലേസ് ക്രിക്കറ്റ്. ബോയ്സ് ആണോ സർ? ബോയ്, BOY. ബോയ്സ് ഡസ് നോട്ട്. ഇനി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ എസ് എന്ന് പറയും. എന്റെ ഇടയ്ക്ക് ഞാൻ ഇടപെടില്ല. എന്റെ സഹായമില്ലാതെ. ഡസ് നോട്ട് പ്ലേ ക്രിക്കറ്റ്. ബോയ് ഡസ് നോട്ട് പ്ലേ ക്രിക്കറ്റ്. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. അടിപൊളി. കറക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. പേടിച്ച് റെഡി പറഞ്ഞത്. ബോയ് എന്ന് പറയുമ്പോൾ എത്ര ആളുണ്ട്? ഒരാളുണ്ട്. അതുകൊണ്ട് പ്ലേസ് ക്രിക്കറ്റ് ആയിരുന്നു. അപ്പൊ ബോയ് ഡസ് നോട്ട് പ്ലേ ക്രിക്കറ്റ്. അപ്പൊ ഇത്രയും ഞാൻ കാര്യം പറഞ്ഞതിൽ നിന്ന് ഇതിന്റെ അകത്ത് കിടക്കുന്ന ഒരു ഗുഡ് ടെൻസ് ആർക്കെങ്കിലും പിടികിട്ടി? ഇത് വേറൊരു വഴിക്ക് അറിയാനായിട്ട് വേറൊരു മാർഗം അതിൽ കിടപ്പുണ്ട്. ആർക്ക് പിടികിട്ടി? കൂടായ്പ നമുക്ക് അറിയാൻ പറ്റൂലേ? ഇത് ഇങ്ങനെ ഒരു ഇത് മറ്റേ പോലെ ചിന്തിച്ചാൽ മതിയല്ലോ. അത് കറക്റ്റ് അല്ലേ? ഇത് നമ്മൾ ചിന്തിക്കില്ലേ? ആ വഴിക്കൊന്നും പോണി. ഇത് അങ്ങോട്ട് കൊടുത്താൽ മതി, ബാക്കിയൊക്കെ റെഡി ആവുമെന്ന് പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും സാധിക്കും. അത് പറഞ്ഞ പിന്നെ പിടികിട്ടി. യെസ്. അപ്പൊ നിങ്ങൾ 21 പേരും ശുദ്ധ ഹൃദയക്കാരാണ്. വിശുദ്ധരായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഊടായ്പ പിടികിട്ടാണ്ടിരുന്നത്. യെസ്. അപ്പൊ ഞാൻ പറയാം. നോക്കിയേ, ഇവിടെ നമ്മൾ ഈ പ്രസന്റ് ടെൻസിൽ ഡസ് നോട്ട് അല്ലെങ്കിൽ ഡു നോട്ട് വരും എന്ന് പറഞ്ഞില്ലേ, അത് എവിടെ വരും എന്നുള്ളത് നമുക്ക് വേറെ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. വെർബിന്റെ കൂടെ എസ് ഉള്ള എല്ലാത്തിലും ഡസ് നോട്ടേ വരും. ഓക്കെ, അങ്ങനെയല്ലേ വന്നേക്കണേ. കംസ് വന്നപ്പോ ഡസ് നോട്ട് വന്നില്ലേ? ഗോസ് വന്നപ്പോ ഡസ് നോട്ട് വന്നില്ലേ? അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം വെർബിന്റെ കൂടെ എസ് ഉണ്ട്. തന്നിരിക്കുന്ന വാചകത്തിൽ ഈസാമാറില്ല. ടെൻസ് നോക്കി, ആ ടെൻസ് പ്രസന്റ് ടെൻസ് ആണ്. വെർബിന്റെ കൂടെ എസ് ഉണ്ട്. അപ്പൊ എന്തുണ്ട്? ഡസ് നോട്ട് വരും. വെർബിന്റെ കൂടെ എസ് ഇല്ല. അപ്പൊ അവിടെ എന്ത് വരും? ഡു നോട്ട് വരും. അങ്ങനെയല്ലേ വന്നേക്കണ എല്ലാവരും? അങ്ങനെയല്ലേ? അതെന്താ പറയേണ്ടത്? അപ്പൊ നിങ്ങളെ സാറ് ഇത്രയൊന്നും പറഞ്ഞിട്ട് പോകേണ്ട കാര്യമില്ല, ഇത് ഇങ്ങനെ നോക്കിയാൽ മതി എന്ന് ആരെങ്കിലും പറയും എന്നുള്ള. ഇതേപോലെ ഞാൻ വേറൊരു ക്ലാസ്സിൽ വേറൊരു സംഗതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു, വേറെ കാര്യം പഠിപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ അകത്തൊരു ഗുഡ് ടെൻസ് ഒളിഞ്ഞു കിടപ്പുണ്ട്. ആൾക്കിങ്ങനെ പിടികിട്ടിയ. അപ്പൊ വേറെ ഒരു കുട്ടി പോയി, സാറേ എനിക്കത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ശരിയല്ല, കുട്ടിക്ക് അത് മനസ്സിലായിട്ടില്ലായിരുന്നു. ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാൻ ഇത്രയും നേരം സാറ് പറയുമ്പോൾ ഞാൻ ആ വഴിക്കാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. യെസ്. അപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും പരിശുദ്ധരാകാൻ പാടില്ല. കുറച്ച് വാസ്തവബുദ്ധിയൊക്കെ കാണിക്കണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
കുറച്ച് ഉടായ്പകളൊക്കെ കണ്ടുപിടിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ വിഷയത്തോട്ട് വരാം. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞത് വെർബിനെ കുറിച്ചാണ് പറഞ്ഞത്. വെർബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ 2 ടൈപ്പ് വെർബുണ്ടെന്ന് പറഞ്ഞു. ഹെൽപ്പിംഗ് വെർബ്, പിന്നെ മെയിൻ വെർബ്. ഹെൽപ്പിംഗ് വെർബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ സാമാർ വാസ വേറൊക്കെയാണ് പറഞ്ഞത്. ഇത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. ഈ ചോദ്യത്തിന്റെ നെഗറ്റീവ് വാചകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഹെൽപ്പിംഗ് വെർബ് കഴിഞ്ഞതിന് ശേഷം ഒരു നോട്ട് ചേർത്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ മെയിൻ വെർബിനെ കുറിച്ച് പറഞ്ഞു. മെയിൻ വെർബ് നമുക്ക് അറിയാനായിട്ട് എന്റെ പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ 3 കാലങ്ങൾ അതിനകത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പൊ തന്നിരിക്കുന്ന വാചകത്തിന്റെ മെയിൻ വെർബ് പാസ്റ്റ് ടെൻസിലുള്ളതാണെങ്കിൽ ഡിഡ് നോട്ട് ചേർക്കണമെന്ന് പറഞ്ഞു. ഡിഡ് നോട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രസന്റ് ടെൻസേ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞു. കാരണം ഡിഡ് നോട്ട് കഴിഞ്ഞാൽ ഡിഡ് ഉള്ള വാചകത്തിൽ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാവൂ, പക്ഷെ പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം കിട്ടിക്കോളും എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്ന വാചകത്തിന്റെ മെയിൻ വെർബ് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഡു നോട്ട് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഡസ് നോട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഡു നോട്ട് ഏതിന്റെ കൂടെ എല്ലാം വരും, ഡസ് നോട്ട് ഏതിന്റെ കൂടെ എല്ലാം വരും എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഡസ് നോട്ട് നമ്മൾ എഴുതുമ്പോൾ വെർബിന്റെ കൂടെയുള്ള എസ് അതങ്ങോട്ട് ഒഴിവാക്കിയേക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, സിമ്പിൾ അല്ലേ? വളരെ ലളിതമായിട്ട് മനസ്സിലായില്ലേ? ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? യെസ്, എന്താണ് കാര്യമില്ലാത്ത? സാർ ഇത് കുഴപ്പമില്ല. മനസ്സിലായി. ഓക്കെ ഓക്കെ, സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. അപ്പൊ നിങ്ങൾ അതൊന്ന് റെഡി ആക്കി വെച്ചാൽ മതി. അതോടെ സംഗതി. പിന്നെ അത് ചോദ്യം വരുമ്പോൾ വരും. ഒരു സെന്റൻസ് കൊടുത്തു, ചേഞ്ച് ഇൻ നെഗറ്റീവ് എന്ന് പറയും. ആ നെഗറ്റീവില് അടിയിൽ നെഗറ്റീവായിട്ട് 3 ആൻസർ കൊടുക്കുന്നുണ്ട്, നെഗറ്റീവിലോട്ട് മാറ്റിയിട്ട്. അതിൽ ഒരെണ്ണം കറക്റ്റ് ആയിരുന്നു, അത് നിങ്ങൾ കണ്ടുപിടിക്കും. യെസ്. കുറച്ച് പേര് മനസ്സിലിപ്പോ വിചാരിച്ചേക്കണം എന്താണെന്നറിയാമോ? പരീക്ഷ എടുക്കട്ടെ, അപ്പൊ സാർ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ വരുമല്ലോ, അപ്പൊ നോക്കാം. ഒരു പരീക്ഷ കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഇത് നോക്കിയിരിക്കുന്നില്ല. ഓക്കെ രേഷ്മ. അപ്പൊ അങ്ങനെ വിചാരിച്ചിരിക്കുന്നത് കുഴപ്പമില്ല, പരീക്ഷയൊക്കെ അടുത്തടുത്ത് വരട്ടെ. അപ്പൊ സാറിന് നമുക്ക് ഞങ്ങളോട് നല്ല സ്നേഹമായതുകൊണ്ട് എക്സാമിന് മുമ്പായിട്ട് എല്ലാം പറഞ്ഞു തരുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല, അത് പഠിപ്പിക്കുന്നത് അത് വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോ ഞങ്ങളത് മറക്കില്ല. 2-3 ദിവസം മുമ്പ് ചെയ്തത് കൊണ്ട് അത് മറന്നുപോകും. ഞാൻ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാല്, അതുകൊണ്ടാണ് ഞാനത് PDF ആയിട്ട് തരാനാണ്. എനിക്ക് വേണമെങ്കിൽ ആ സംഗതി PDF ആയിട്ട് തരാം. അപ്പൊ അത് PDF ആയിട്ട് തന്നതിന് നിങ്ങളത് എഴുതിയെടുക്കും, കുറച്ചുപേര് എഴുതിയെടുക്കും, കുറച്ചുപേര് എഴുതിയെടുക്കില്ല. അപ്പോ അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലങ്ങോട്ട് പതിയും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ ചോദിക്കും, അതെന്തുകൊണ്ട് അങ്ങനെ വന്നേ, അതെന്താ അങ്ങനെ വന്നേ, ഇങ്ങനെ ചോദിക്കും. അപ്പൊ ഒരാളോടാണ് ഞാൻ ഉത്തരം പറയണമെങ്കിൽ ബാക്കിയുള്ള ഒരു ഉത്തരം മനസ്സിൽ കരുതി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ പറയുന്ന ഉത്തരത്തോട് മാച്ച് ചെയ്തില്ലെങ്കിൽ എന്താണ് ഉത്തരം അങ്ങനെ വന്നത്. അപ്പൊ പല ഇൻസിഡന്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ മറക്കാതിരിക്കും. യെസ് യെസ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അതങ്ങനെ PDF ആയിട്ട് തരാതെ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കും. യെസ്, ഡോണ്ട് വറി കേട്ടോ. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു വാചകം പറഞ്ഞായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് അറിയാൻ പാടില്ല. വരികൾക്കിടയിൽ ഞാൻ ഈ തരുന്നത് കൃത്യമായിട്ട് പഠിക്കുക, ഇത് നിങ്ങൾ പഠിക്കാതിരിക്കുന്നത് ആത്മഹത്യാപരമായ നീക്കമായിരിക്കട്ടെ, അതൊരു വാചകം പറഞ്ഞു. ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻസ് വന്നപ്പോ ഭയങ്കര സന്തോഷം തോന്നി സാർ, അത് തന്നെ ഇട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തപ്പോ. അല്ല, ഞാൻ അങ്ങനെ ഒരു വാചകം ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചില ആളുകൾ അവര് വരികൾക്കിടയിൽ പറഞ്ഞു പോകും. വരികൾക്കിടയിൽ പറഞ്ഞു പോകും. പക്ഷെ നമുക്ക് മനസ്സിലാവില്ലത്. ഞാൻ എൻ്റെ ഒരു വാക്ക് എന്റെ സർവീസ് ജീവിതത്തിലൊരു കാര്യം പറയണം. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അത് കറക്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോ എന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥനോട് അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥൻ പറഞ്ഞു, മേക്ക് ഇറ്റ് കറക്റ്റ് ബൈ എനി മീൻസ് എന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം അത് എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോ മേക്ക് ഇറ്റ് കറക്റ്റ് എന്ന് പറഞ്ഞോളൂ. മേക്ക് ഇറ്റ് കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആക്കാനാണ്. അപ്പൊ ഞാൻ കറക്റ്റ് ആക്കാൻ നോക്കുമ്പോൾ കുറെ ഫാൾട്ടുകൾ കാണുന്നുണ്ട്. അത് എന്ത് ചെയ്യും എനിക്കറിയില്ല. പിന്നീട് അതിന്റെ ഇൻസ്പെക്ഷൻ വന്നു കഴിഞ്ഞപ്പോ ആ ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥനോടല്ല എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു വിട്ടത് എന്താണ്, മേക്ക് ഇറ്റ് കറക്റ്റ് ബൈ എനി മീൻസ്.
എന്ത് മാർഗം ഉപയോഗിച്ചും കറക്റ്റ് ചെയ്തേക്കണം എന്നാണ്. ബൈ എനി മീൻസ്. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ, എന്നോട് പറഞ്ഞപ്പോ ഈ ബൈ എനി മീൻസോട് വാക്ക് പറഞ്ഞില്ല. എന്നോട് പറഞ്ഞതാണ് മേക്ക് ഇറ്റ് കറക്റ്റ് എന്നാ പറഞ്ഞോളൂ. അതിന്റെ അടിയിൽ ഒരു വാചോട് പുള്ളി ആടി ബൈ എനി മീൻസ്. ഇത് കറക്റ്റ് ചെയ്യാൻ എന്ത് മാർഗമാണ് ഉപയോഗിക്കേണ്ടത് അത് നമുക്ക് ഉപയോഗിക്കാം. യെസ്, അത് ചില ആളുകൾക്ക് നമ്മൾ അത് അറിഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ നന്നായിട്ട് ഉപയോഗിക്കുമെന്ന് അറിയാവുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രിവിലേജ് ആണ് എന്ന് പറഞ്ഞത്. ഓക്കെ, മേക്ക് ഇറ്റ് കറക്റ്റ്. യെസ്, ഓക്കെ. ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങള് നമ്മൾ അനുവാദം കൊടുക്കുന്ന ഒരു ചിരിയിലായിരിക്കും അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയ. അപ്പൊ പിള്ളേര് പറയും മതി, അമ്മയുടെ ചിരിയിലറിയാം അമ്മ ഓക്കെയാണ്. യെസ്, അല്ലെങ്കിൽ അച്ഛന്റെ ചിരിയിലറിയാം ഷീ ഈസ് ഓക്കെ അല്ലേ? അപ്പൊ ചില ചലനങ്ങളിൽ നിന്ന് അപ്പൊ നിങ്ങളത് എപ്പോഴും, എന്റെ കേസിൽ കണ്ടിട്ട എപ്പോഴും ഒരു ഒബ്സർവേഷൻ മൈൻഡ് വേണം. അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. യു ഷുഡ് ഹാവ് എൻ ഒബ്സർവേഷൻ മൈൻഡ്. എന്തിനും നമ്മൾ നിരീക്ഷിക്കുക, അത് നമ്മുടെ മനസ്സിൽ മതി. ഒബ്സർവേഷൻ മൈൻഡ് വേണം. യെസ്, അത് ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾ പിന്നീട് അത് ഗുണം ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ ഒബ്സർവേഷൻ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ പറഞ്ഞത് അപ്പോ വെർബ് സിസ്റ്റം അവസാനിച്ചു. യെസ്, ഇനി നമുക്ക് ഒരു വിഷയം ഞാൻ പറയുന്നു. യെസ്, എവിടെ നമ്മുടെ റീജ? ഓ സാർ. യെസ്, ഓക്കെ. അപ്പൊ ഞാൻ റീജയോട് ആദ്യം ചോദിക്കുകയാണ്. അപ്പൊ റീജയ്ക്ക് ഒരു വിഷയം പറഞ്ഞു തരാൻ സമയം കിട്ടി അല്ലെ? റീജയ്ക്ക് എന്നല്ല, 11:21. യെസ്, അപ്പൊ വിഷയം ഇതാണ്. നമ്മൾ എല്ലാ ദിവസവും ആഘോഷിച്ചങ്ങോട്ട് പോവുകയാണ്. അപ്പൊ നമുക്ക് ഞായറാഴ്ചകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടാവും. അന്ന് ചിലപ്പോൾ ലേറ്റ് ആയിട്ട് എഴുന്നേക്കും, അന്ന് മൊത്തം ചിലപ്പോൾ പ്രശ്നമായിരിക്കും, ഇതൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്? നിങ്ങളുടെ ഞായറാഴ്ചകൾ നിങ്ങൾ എങ്ങനെ ചിലവഴിക്കുന്നു? എല്ലാ ഞായറാഴ്ചയും ഒരുപോലെ ആവണമെന്നൊന്നുമില്ല, എങ്കിലും നമ്മൾ അതിൽ നിന്ന് ഒരു ഉത്തരം നമ്മൾ കണ്ടെത്തുക. ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്? നിങ്ങൾ ഞായറാഴ്ചകൾ നിങ്ങൾ എങ്ങനെ ചിലവഴിക്കുന്നു? നിങ്ങൾ അത് മനസ്സിലൊന്ന് വിഭാവനം ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, എവറി സൺഡേ ഐ വേക്ക് അപ്പ് വെരി ലേറ്റ് ഇൻ ദ മോർണിംഗ്. എല്ലാ ഞായറാഴ്ചയും ഞാൻ വളരെ വൈകിയാണ് എഴുന്നേൽക്കാറ്. ഐ വിൽ ഗെറ്റ് അപ്പ് അറ്റ് 8 o'clock in the morning. 8 മണിക്ക് എഴുന്നേൽക്കും. ആൻഡ് ഐ വിൽ ടോക്ക് വിത്ത് മൈ ഹസ്ബൻഡ് ആൻഡ് ചിൽഡ്രൻ ലൈയിങ് ഓൺ ബെഡ്. കിടക്കൽ കിടന്നുകൊണ്ട് ഞങ്ങൾ കുറെ നേരം ഇങ്ങനെ വർത്താനം പറയും. അറ്റ് 9 o'clock ഐ വിൽ ഗോ ടു കിച്ചൺ. 9 മണിക്കാണ് ഞാൻ കിച്ചൺ. റീജക്ക് ആലോചിക്കാൻ സമയം തരുന്നുണ്ട്. 9 o'clock ഐ വിൽ ഗോ ടു കിച്ചൺ. 9 മണിക്ക് ഞാൻ അടുക്കളോട്ട് കയറും. Then we will discuss about the delicious food for the lunch. ഉച്ചയ്ക്ക് എന്ത് സ്പെഷ്യൽ വേണമെന്ന് ഞങ്ങൾ ചിന്തിക്കും. യെസ്, അപ്പൊ അതിനെ കുറിച്ചൊക്കെ നിങ്ങൾ പറയാൻ എങ്ങനെ പറയാം? ആഫ്റ്റർ ദ ലഞ്ച് വി വിൽ ഹാവ് എ ഗുഡ് സ്ലീപ്പ് വിത്ത് മൈ ഫാമിലി മെമ്പേഴ്സ്. അറ്റ് ദ ഈവനിങ്, ഞായറാഴ്ചകൾക്ക് പോകുന്നത് ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ ഫുഡിന് പേരിടുന്ന പോലെ കുറച്ചൊക്കെ ഇങ്ങനെ ആഡ് ചെയ്തോ, ഭംഗിക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഞായറാഴ്ചകൾ നോക്കുക. യെസ്, അപ്പൊ ആ ഞായറാഴ്ചയെ കുറിച്ച് നിങ്ങൾ പറയാം. എങ്ങനെയാണ് നിങ്ങളൊരു ഞായറാഴ്ച, നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടിയിട്ടാണ്, ഒരു ഞായറാഴ്ച ചെലവഴിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പുറത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നിർത്താൻ. അപ്പൊ റീജ ഐശ്വര്യമായിട്ട് ഇത് തുടങ്ങി വെക്കുന്നു. റീജക്ക് ആലോചിക്കാൻ ഞാൻ സമയം തന്നത്. യെസ്, പറയൂ റീജ, ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്? Every day night I plan my next day. So Sunday is something special because I think that it's my usual wake up time. I used to usual wake up time because I need more time to clean my house, Yes. especially bathroom, kitchen, something else everywhere. Yes. Then some Sundays I just visit my temple, nearest temple. Yes. Then I do my work very speedily because Yes. I want to spend little time with my husband and children. Yes. I finished my all work before 11 o'clock. Yes. Then I am taking long rest, full rest. Yes. It's happy moment, sir, with my husband and the children.
Yes. Then we are planning to go out after the day, Yes. after 2 o'clock something, visiting on my cousin's house Yes. or something very park, beach. Yes. Not in the rainy season, in summer season. Yes. Because I used every time with my happiness. That's my Yes. busy schedule. In one week full of my busy schedule, I Yes. have very planned day. But Sunday is 11 o'clock is before 11 o'clock my full plan. But after 11 o'clock, no planning. Yes. Whatever it Okay. is Okay. go, Okay. Rija. I just go it there. Okay. Okay. Rija, very good. Very good. പറഞ്ഞത് മനസ്സിലായല്ലോ. റീച്ച് ചെയ്താണ് നമ്മൾ ഞാൻ വിചാരിച്ച ട്രാക്കിലൂടെ തന്നെയാണ് വന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ പറയാനായിട്ടുള്ള കാരണങ്ങൾ? നിങ്ങൾ അത് പ്ലാൻ ചെയ്യുക. അതിന്റെ അടുത്ത ക്ലാസ്സിൽ ഇത് തന്നെ. അപ്പൊ റീജയ്ക്ക് ഞാൻ ഒരു ചാൻസ് കൂടി തരാം. റീജയ്ക്ക് ഇപ്പോ നന്നായിട്ട് ആലോചിക്കാനുള്ള സമയം കിട്ടിയില്ല. കുറച്ച് സമയമേ ആലോചിക്കാൻ കിട്ടിയുള്ളൂ. ആ കുറച്ച് സമയത്ത് വളരെ മനോഹരമായിട്ട് റീജ പറഞ്ഞു. ഐ അപ്രീഷിയേറ്റ് യു വെരി മച്ച്. യെസ്. അപ്പോ ഭീഷ്മ ആലോചിക്കുക. വൈപ്പിൻ ഭാഗത്തൊക്കെ ഞായറാഴ്ചകൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തതൊക്കെ ആലോചിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ മനോഹരമായിട്ട് അവതരിപ്പിക്കുക. ആരെല്ലാം ഓർമ്മിപ്പിക്കാൻ ഞാൻ ആരംഭിക്കുന്നു. യെസ്. ഒന്ന് റീജിയനെ തന്നെ ഏൽപ്പിക്കുന്നു. പിന്നെ ആരെ ഏൽപ്പിക്കുന്നു? അടുത്തത് മേഘന സന്തോഷം ഏൽപ്പിക്കുന്നു. ഓക്കെ. പിന്നെ ഏതെങ്കിലും ഞാനുണ്ടാവില്ല, ട്രെയിനിങ്ങിന് പോവാ. യെസ്. അപ്പോ മേഘന ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് റിനി വീട്ടിനെ ഏൽപ്പിക്കാം. റിനി വീട്ടി യെസ് ഏൽപ്പിച്ചിരിക്കുന്നു. യെസ്. അപ്പൊ ഓക്കെ. യെസ്. കാരണം ഏതെങ്കിലും കാലത്ത് റീജിയയില്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാവണ്ടേ, അതുകൊണ്ടാണ്. അപ്പൊ ആര്യ വികാസ്, ഇങ്ങനെയുള്ള ഒരുപാട് പദ്ധതികളുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ സാറേ. എല്ലാരും അറിയാം, ക്ലാസ്സിൽ പറയാറുണ്ട്, പഠിപ്പിക്കുന്ന എല്ലാവരും അയച്ചു തരാറുണ്ട്. അത് വെച്ച് ഞങ്ങൾ പഠിക്കാറുണ്ട്, റെക്കോർഡ് ക്ലാസ് കാണാറുണ്ട്, പോകുന്നുണ്ട്. ഞാനിപ്പോ ഓഗസ്റ്റ് 10-ാം തീയതി വരെ കാണും ടീച്ചിങ് പ്രാക്ടീസ്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഡെയിലി ക്ലാസ് ഉണ്ടാവും. എന്താ പറയാ, ഉപ്പോളം വരുമ്പോ ഉപ്പിലിട്ടത് എന്ന് പറയുന്ന പോലെ നേരിട്ടുള്ളത് നിങ്ങൾ കേൾക്കുമ്പോ എന്തുണ്ടെങ്കിലും ചോദിക്കാമല്ലോ. എല്ലാരും പറയാറുണ്ട് സാറേ, എല്ലാരും പറയാറുണ്ട്, ക്ലാസ്സിൽ എല്ലാരും പറയാറുണ്ട്. എന്താ പറയണേ? നോട്ട്സ് ഒക്കെ തരാറുണ്ട്, ക്ലാസ്സിന്റെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ടൈം. ടിൽ ദെൻ ബൈ. പറഞ്ഞോളൂ സുധി. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമുക്ക് മോക്ക് ടെസ്റ്റ് തന്നേല് ക്വസ്റ്റ്യൻ ടാഗിന്റെ അതില് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഐ ആം നോട്ട് ഇന്റലിജന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ആൻസർ ആം ഐ അല്ലേ വരിക? നമ്മൾ അന്നൊരു എക്സെപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ ആം നോട്ട് ഇന്റലിജന്റ്, ഐ ആം ഇന്റലിജന്റ് ആണ്. ഐ ആം നോട്ട് ഇന്റലിജന്റ് അപ്പൊ ആം ഐ അല്ലേ? പക്ഷെ ഇതില് മോക്ക് ടെസ്റ്റില് നമുക്ക് ആറിന്റെ അയ്യാ വരുന്നത്. ഞാൻ ആമയെ കൊടുത്തിട്ട് നോക്കിയാ കറക്റ്റ് നോക്കിയാ ഐ ആം നോട്ട് എന്നായിരുന്നു, ഐ ആം ആണെന്ന് നോക്കിയേ. അല്ല, ഐ ആം നോട്ട് തന്നെ. ഞാൻ 2-3 പ്രാവശ്യം നോക്കി. നോക്കട്ടെ, ഞാൻ അവർ പ്രിന്റ് ചെയ്തേക്കുന്ന മിസ്റ്റേക്ക് ഉണ്ടാകുന്നത് അത് കറക്റ്റ് ചെയ്തോളൂ. അതായത് ആം ഐ ഞാൻ പറയുന്നത് ആം ഐ കറക്റ്റ് ആണ്. ആമിന്റെ എന്ന് പറയില്ല, ആമിന്റെ എന്ന് പറയുന്ന എല്ലാ സ്ഥലത്തും ആറിന്റെ. ഓക്കെ, കറക്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. ഞാൻ അവർ പ്രിന്റ് ചെയ്തതിനു ശേഷം കണ്ടിട്ടില്ല. യെസ്, നോട്ടുകാരുടെ എഴുതി കൊടുക്കുകയും ചെയ്തത്. ഓക്കെ. അപ്പൊ കറക്റ്റ്. ഇതിനു മുമ്പ് വേറൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു, ക്ലാസ്സിൽ എല്ലാവരും കൊണ്ട് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. പഴയതൊക്കെ ഇങ്ങനെ പൊടിയൊക്കെ എടുക്കുന്നുള്ളൂ. വെരി ഗുഡ്. എന്തായിരുന്നു അത്? സക്സസ്ഫുൾ പേഴ്സൺ അത് പറഞ്ഞായിരുന്നു സർ. സക്സസ്ഫുൾ പേഴ്സണെ കുറിച്ച് നിങ്ങളത് ഇത്ര നാളോട് പറഞ്ഞോ? അല്ലെങ്കിൽ നിങ്ങൾ സക്സസ്ഫുൾ? ഞങ്ങള് ടീച്ചർ ഉണ്ടപ്പോ ഞങ്ങൾ ക്ലാസ്സിൽ ഒരാളെ ഏൽപ്പിച്ചായിരുന്നു, അപ്പൊ അവര് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ ഞാനിപ്പോ ഓർത്തപ്പോ അത് പറഞ്ഞതേ. അല്ല സാർ, അതിനുശേഷം കുറെ ക്ലാസ്സിൽ സാറ് വന്നിട്ടില്ലായിരുന്നു. വേറെ ടീച്ചേഴ്സാണ് ക്ലാസ് എടുത്തത്. പിന്നെ ഒരു ക്ലാസ്സിൽ വന്നപ്പോ സാറ് നമ്മളൊക്കെ ക്വസ്റ്റ്യൻ തരിക ചെയ്തത്, അല്ലാതെ നമ്മളൊരു യൂഷ്വൽ ക്ലാസ് അതിന് ശേഷം മര്യാദയ്ക്ക് എടുത്തിട്ടില്ല. യെസ്. ഓക്കെ ഓക്കെ. ഓ, കറക്റ്റ് റീസണിംഗ് ആണ് ടീച്ചർ പറഞ്ഞത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. അപ്പൊ ഇത് കഴിഞ്ഞ ശേഷം ഹൗ ഡു യു സ്പെൻഡ് സൺഡേസ് കഴിച്ചിട്ട് നമുക്കത് പരിഗണിക്കാം. ഓക്കെ. യെസ്. ഇത് കുറച്ചുകൂടി രസകരമായ വിഷയമല്ലേ, അപ്പൊ അത് പറയാനായിട്ടുണ്ടാവുമല്ലോ. യെസ്. വി വിൽ മീറ്റ് നെക്സ്റ്റ് ഡേ. ഓക്കെ, ബൈ. Okay, thank you, sir.
Okay. Thank you, sir.